നമസ്കാരം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. കാർണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകി ഗവർണറുടെ ഉത്തരവ്. ഷെറിൻ ഉൾപ്പെടെ ജീവപര്യന്തം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ 11 പേരെ വിട്ടയക്കാനുള്ള സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചിരിക്കുന്നു. മാനുഷിക പരിഗണന, കുടുംബിനി എന്ന പരിഗണന തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഷെറിനെ മോചിപ്പിക്കാൻ അനുമതി നൽകിയതെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി. വി അരുൺ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യം ചേരുകയാണ്. അരുൺ, നേരത്തെയും കാർണവർ വധക്കേസ് പ്രതി ഷെറിനുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശിക്ഷാ ഇളവിനുൾപ്പെടെയുള്ള നീക്കങ്ങൾ പല തവണയും വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നവയാണ്. ഏറ്റവും ഒടുവിൽ അത് സാധ്യമായിരിക്കുന്നു. ശിക്ഷാ ഇളവ് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഗവർണർ അതിൽ ഒപ്പിടുക കൂടി ചെയ്തിരിക്കുന്നു. ഈ പരിഗണന മറ്റു പ്രതികൾക്ക് ലഭിക്കുന്നതാണോ? എന്താണ് കാർണവർ വധക്കേസിൽ സംഭവിക്കുന്നത്? 11 പേർക്കാണ് ശിക്ഷ അനുഭവിക്കുന്ന 11 പേർക്കാണ് ഇളവ് നൽകാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഇതിൽ ഷെറിൻ കാർണവർക്ക് ശിക്ഷാ ഇളവ് തന്നെയാണ് ഏറ്റവും വിവാദമായതിന് കാരണം. സാധാരണഗതിയിൽ ശിക്ഷാ ഇളവ് നൽകുന്നത് നല്ല നടപ്പ്, അതായത് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലയളവിൽ നല്ല നടപ്പ് ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയോ അല്ലെങ്കിൽ വിവാദങ്ങളിലൊന്നും ഇടപെടാത്ത ആളുകൾക്കാണ് സാധാരണഗതിയിൽ ശിക്ഷാ ഇളവ് ലഭിക്കേണ്ടത്. ഷെറിൻ കാർണവർ 14 വർഷത്തിന് ശിക്ഷ അനുഭവിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷേ അവർക്കെതിരെ നിരവധി പരാതികളും കേസുകളും ഈ ശിക്ഷ അനുഭവിക്കുന്ന കാലയളവിൽ ഉണ്ടായിരുന്നു. അവരുടെ ജീവിത രീതി തന്നെ അവിടെ പലപ്പോഴും വിവാദമായിരുന്നു. അവർ സ്വയം ബ്യൂട്ടി പാർലർ തരത്തിലുള്ള സംവിധാനങ്ങൾ അവർക്ക് അവിടെ ജയിലിൽ ഒരുക്കി നൽകി എന്ന വിവാദങ്ങളുണ്ടായിരുന്നു. പലതവണ ജയിൽ ഉദ്യോഗസ്ഥരെ, താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി, അതും മുകൾത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയ പരാതി ഉണ്ടായിരുന്നു. സഹതടവുകാരെ മർദ്ദിച്ച് അവർക്കെതിരെ കേസുണ്ടായിരുന്നു. ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിൽ, പിന്നീട് വനിതാ ജയിലിലും, അങ്ങനെ അതിനുശേഷം വിയ്യൂർ സെൻട്രൽ ജയിലിലുമൊക്കെ പലതവണ അവരെ ജയിൽ മാറ്റേണ്ട സാഹചര്യമുണ്ടായി. ഒടുവിൽ ഇപ്പോൾ അവർ കണ്ണൂർ വനിതാ ജയിലിലാണ് ഉള്ളത്. അവിടെയും അവർക്കെതിരെ പരാതികളും കേസുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രതി എങ്ങനെ ഈ പട്ടികയിൽ ഇടം പിടിച്ചു എന്നാണ് ഏറ്റവും അധികം ചോദ്യമുണ്ടായ ഒരു കാര്യം. ഏതായാലും അവർക്ക് ഉന്നതങ്ങളിൽ ഒരു മന്ത്രിയുടെ ശുപാർശ അവർക്കുണ്ടായെന്ന വിമർശനം ഉയർന്നു വന്നു. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം മാത്രമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥർ, ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അത് ഒരു തടവുകാരിയും ഒരു ഉദ്യോഗസ്ഥ എന്നതിനപ്പുറത്തേക്കുള്ള ബന്ധം പുലർത്തിയിരുന്ന റിപ്പോർട്ടുകൾ ജയിൽ വകുപ്പിൽ തന്നെ ലഭിച്ചിരുന്നു. അവർക്ക് പരോളുകൾ ലഭിച്ചത് ഏതാണ്ട് 450 ദിവസത്തോളം അവർ പല കാലയളവിലായി പല പരോളുകളുടെ പേരിൽ ജയിലിന് പുറത്തായിരുന്നു. ജയിലിന് പുറത്തെത്തുമ്പോൾ അവരുടെ ആഡംബര ജീവിതം പലപ്പോഴും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു. അത്തരം ഒരാൾക്ക് ഈ ജയിലിൽ നിന്ന് വിട്ടയക്കാനുള്ള ഒരു ശുപാർശ പട്ടിക അവർ ഉൾപ്പെട്ടതാണ് വലിയ വിവാദമായി മാറിയത്. ഏതായാലും കഴിഞ്ഞ ജനുവരി 28-ാം തീയതിയാണ് സംസ്ഥാന മന്ത്രിസഭായോഗം ഇവർ ഉൾപ്പെട്ട പട്ടിക അംഗീകരിച്ചത്. മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. പിന്നീട് ഈ വിവാദമായതുകൊണ്ട് സർക്കാർ പട്ടിക ഗവർണർക്ക് അയക്കാൻ ആദ്യമൊക്കെ മടിച്ചു. പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷമാണ് പട്ടിക ഗവർണർക്ക് മുന്നിലെത്തുന്നത്. ഗവർണർക്ക് മുന്നിലെത്തുമ്പോൾ ഗവർണർ സാധാരണഗതിയിൽ ഇത്തരം ശുപാർശകൾ അംഗീകരിക്കുകയാണ്. പക്ഷേ ഇവിടെ അത് ഗവർണർ വന്ന് ഫയൽ പിടിച്ചു വെച്ചു. എന്തുകൊണ്ട് ഇവർക്ക് പരോൾ അനുമതി അല്ലെങ്കിൽ ശിക്ഷ ഇളവ് നൽകുന്നു? ഈ പട്ടികയിൽപ്പെട്ടവരുടെ വിശദ വിവരങ്ങൾ, അതായത് എത്ര കാലം ഇവർ ജയിലിൽ കഴിഞ്ഞു, ഏത് കുറ്റത്തിനാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്, എത്ര ദിവസം പരോൾ ലഭിച്ചിട്ടുണ്ട്, ഏതെല്ലാം ശുപാർശകളിലൂടെ പരോൾ ലഭിച്ചു തുടങ്ങിയ വിവിധമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഗവർണർ രാജ്ഭവൻ നൽകി. അത് സർക്കാർ പൂരിപ്പിച്ച് വീണ്ടും നൽകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട ഇവർ ശിക്ഷാ ഇളവിന് അർഹരാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെറിൻ കാർണവർക്ക് ശിക്ഷാ ഇളവിന്, ഉൾപ്പെട്ട പട്ടികയ്ക്ക് ശിക്ഷാ ഇളവിന് രാജ്ഭവൻ അംഗീകാരം നൽകിയത്. ഗവർണർ ഒപ്പിട്ടു. ഇനി ഇത് സർക്കാർ ഉത്തരവായി പുറത്തിറങ്ങുകയും ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനാകും. സ്ത്രീ എന്ന പരിഗണന, അതിനപ്പുറത്തേക്ക് മാനുഷിക പരിഗണന, കുടുംബിനി എന്ന പരിഗണന, ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് ശിക്ഷാ ഇളവിന് അനുകൂല തീരുമാനം നൽകിയതെന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഷെറിൻ കാർണവർ ഉൾപ്പെട്ട കൊലക്കേസ് വലിയ ശ്രദ്ധ തേടിയ ഒരു സംഭവമായിരുന്നു. ചെങ്ങന്നൂർ കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവർ എന്ന വൃദ്ധനെയാണ് കൊലപ്പെടുത്തിയത്. ആദ്യം അത് പുറത്തുള്ള ആരെങ്കിലും നടത്തിയ കൊലപാതകമായാണ് പോലീസ് ആദ്യം കരുതിയത്. കാരണം തെളിവുകൾ ആ രീതിയിലായിരുന്നു. പക്ഷേ
ഈ അന്വേഷണം മുന്നോട്ടാകുമ്പോൾ ഈ ഷെറിൻ കാരണവരുടെ ഭർത്താവിൻ്റെ പിതാവാണ്, അച്ഛനാണ് ഈ ഭാസ്കര കാരണവർ. അദ്ദേഹം വർഷങ്ങളോളം വിദേശത്ത് അമേരിക്കയിലായിരുന്നു. അവിടെ നിന്ന് വന്ന കുടുംബമാണ്. ഇദ്ദേഹത്തിൻ്റെ മകന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ തീർത്തും സാധാരണ നിലയിലുള്ളൊരു പെൺകുട്ടിയെ കണ്ടുവരുത്തി കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്, അതാണ് ഷെറിൻ കാരണവർ. പക്ഷേ അവർക്ക് പിന്നീട് മറ്റു ചില ബന്ധങ്ങൾ ഉണ്ടാവുകയും ഈ പണം അത് ഈ കുടുംബം അറിയുകയും ഈ ഭാസ്കര കാരണവർ അറിയുകയും അതിനുശേഷം ഈ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ ഇവർക്കൊന്നും നൽകേണ്ട തീരുമാനത്തിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. അതിൻ്റെ ഒരു പക പോക്കാനാണ് തൻ്റെ പുരുഷ സുഹൃത്ത് ബാസിദ് അലിയുടെ സഹായത്തോടു കൂടി ഷെറിൻ കാരണവർ ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയത്. ബാസിദ് അലിയും അയാൾക്കൊപ്പം മറ്റു രണ്ട് പ്രതികൾ കൂടി ഈ കേസിൽ ഉണ്ടായിരുന്നു. അവർക്കും ഈ 4 പേർക്കും ചെങ്ങന്നൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജീവപര്യന്തം തടവിന് 4 പേരെയും ശിക്ഷിക്കുകയായിരുന്നു. ബാസിദ് അലി, ബിനാനിപുരം സ്വദേശി നിതിൻ, ഷാനൂർ റഷീദ് എന്നിവരാണ് മറ്റു പ്രതികൾ. 1-ാം പ്രതി ഷെറിൻ കാരണവർ തന്നെയായിരുന്നു. കാരണം ഇവർ വീടിൻ്റെ മുകൾ നിലയിൽ പ്രതികൾക്ക് കടന്നു വരാൻ സൗകര്യമൊരുക്കി കൊടുത്തു. അവർ തന്നെയാണ് ഗൂഢാലോചനയിൽ പ്രധാന പങ്ക് വഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവരെ 1-ാം പ്രതിയാക്കി പോലീസ് ചാർജ് ഷീറ്റ് നൽകിയത്. ഏതായാലും ജീവപര്യന്തം തടവിന് ഇവരെ ശിക്ഷിച്ചു. അത് അവർ പൂർണ്ണമായും ശിക്ഷ അനുഭവിച്ചു എന്ന കാര്യത്തിൽ തീർച്ചയായും ആ രീതിയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസിലെ പ്രതിയാണ് ഇങ്ങനെ ശിക്ഷാ കാലയളവിൽ പരോൾ ഏറ്റവും അധികം നേടിയ ഒരു വ്യക്തിയായി മാറി. അവിടെ VVIP പരിഗണന ലഭിച്ചു. സഹതടവുകാരി പോലും പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തൊക്കെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പരിഗണനകൾ അവിടെ ഷെറിന് ലഭിക്കുന്നു എന്നതൊക്കെ അതിലൂടെ വലിയ ചർച്ചയായതാണ്. ഏറ്റവും ഒടുവിൽ ഈ ശിക്ഷാ ഇളവിനുള്ള നീക്കം നടക്കുമ്പോൾ പോലും അവിടെ പരാതി ഉയരുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജയിലിനുള്ളിൽ അത് വലിയ പ്രശ്നങ്ങൾ ഇടയാക്കുകയും അവരുടെ സ്വഭാവ ദൂഷ്യം പെരുമാറ്റമൊക്കെ ചർച്ചയാവുകയും ചെയ്തു. അതിനുശേഷവും ഇപ്പോൾ ഗവർണർ ഒരു ഉടക്കിടുന്നു ഇതിന്. അതിനുള്ള നടപടിക്രമങ്ങൾ ബാക്കി പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ വലിയ രീതിയിലൊക്കെ ചർച്ചയാവുന്ന കേസിൽ പോലും പ്രതികൾക്കുള്ള ബന്ധങ്ങൾ എങ്ങനെയൊക്കെ അവർക്ക് ശിക്ഷാ ഇളവ് ലഭിക്കുന്നതിലേക്കും ഒപ്പം ജയിലിൽ മുന്തിയ പരിഗണന ലഭിക്കുന്നതിനുമൊക്കെ ഇടയാക്കുന്നു എന്നതിൻ്റെ ഒരു മാസ്റ്റർ ഉദാഹരണമായി ഷെറിൻ മാറുകയാണോ അരുൺ? തീർച്ചയായിട്ടും 2012 മുതൽ 18 വരെ 6 കൊല്ലത്തിനിടയിൽ 345 ദിവസത്തെ സാധാരണ പരോളാണ് അവർക്ക് ലഭിച്ചത്. അതായത് സാധാരണ പരോൾ തന്നെ ഏതാണ്ട് 1 വർഷത്തിനടുത്ത് അവർ പുറത്തു നിന്നു. ഈ ശിക്ഷാക്കാലം 1 വർഷത്തിനടുത്ത് സാധാരണ പരോളിൽ തന്നെ അവർ പുറത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. അസാധാരണ പരോൾ 2017 കണക്കിൽ അസാധാരണ പരോൾ 92 ദിവസം, 3 മാസത്തിലേറെ അസാധാരണ പരോൾ മറ്റ് പല കാരണങ്ങളാൽ അവർക്ക് പുറത്തു നിൽക്കാൻ കഴിഞ്ഞു. അങ്ങനെ 1 വർഷത്തിലേറെ 345 പിന്നീട് 92 ദിവസവും അങ്ങനെ ഏതാണ്ട് 1 വർഷത്തിലേറെ അവർ പല കാലയളവായിട്ട് ജയിലിന് പുറത്താണ് കഴിഞ്ഞത്. അവർ പുറത്തിറങ്ങുമ്പോഴും മറ്റും അവർക്ക് ലഭിക്കുന്ന ഒരു സ്വീകരണവും അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ പകിട്ടുമൊക്കെ പലപ്പോഴും ചർച്ചയായതാണ്. അങ്ങനെ വലിയ പരിഗണന അവർക്ക് ജയിലിനകത്തും പുറത്തും ലഭിച്ചത്. പലപ്പോഴും ജയിൽ ക്വാർട്ടേഴ്സിൽ അവർക്ക് പോകാനുള്ള, ഉദ്യോഗസ്ഥരെ ക്വാർട്ടേഴ്സിൽ പോകാനുള്ള അവസരം അവർക്കുണ്ടായിരുന്നു എന്ന പരാതിയൊക്കെ നേരത്തെ ഉയർന്നു വന്നതാണ്. അങ്ങനെ അല്ലാത്ത പരിഗണന, സാധാരണ ഒരു തടവുള്ളിക്ക് ലഭിക്കാത്തൊരു പരിഗണന ഷെറിൻ കാരണവർക്ക് ലഭിച്ചിരുന്നു. ഉദ്യോഗസ്ഥ ബന്ധവും രാഷ്ട്രീയ ബന്ധവും ഒക്കെ അതിന് കാരണമായെന്ന് പറയപ്പെടുന്നുണ്ട്. പലതും പോലീസിൻ്റെ റെക്കോർഡുകളും അന്വേഷണ റിപ്പോർട്ടുകളിലുമൊക്കെ അത് ഉള്ളതുമാണ്. ഏതായാലും അവർക്ക് ശിക്ഷാ ഇളവ് എല്ലാ പരിഗണനയും ഒരു തടവുകാരിക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനയും അതിനപ്പുറത്തേക്ക് ലഭിച്ച ഒരു തടവ് പുള്ളിയാണ്. പക്ഷേ സാധാരണ 14 വർഷത്തിലേറെ തടവ് ശിക്ഷ അനുഭവിച്ചാൽ ഇങ്ങനെ ഈ ഇളവിന് പരിഗണിക്കപ്പെടാം. അതുകൊണ്ടാണ് ഈ ഇളവിന് അവർ പരിഗണിച്ചതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. മറ്റൊരു ബാഹ്യ ഇടപെടലുകൾ അവരുണ്ടായില്ല സർക്കാർ വിശദീകരിക്കുന്നു. അതുപോലെ രാജ്ഭവനും പറയുന്നത് സ്വാഭാവികമായി സർക്കാർ ഇത്തരം ശുപാർശ നൽകുമ്പോൾ അതിൽ ഒരു ചോദ്യങ്ങൾ ഉന്നയിക്കാൻ, അപ്പുറത്തേക്ക് തടഞ്ഞു വയ്ക്കാൻ തക്ക കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഗൗരവമോ ഇവരുടെ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് രാജ്ഭവനും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഷെറിൻ കാരണവർക്ക് ഈ രീതിയിലുള്ളൊരു ശിക്ഷാ ഇളവ് ലഭിച്ചതെന്ന് വേണം കരുതാൻ. ഏതായാലും ഇവർ ജയിലിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു തടവ് പുള്ളിയായിരുന്നു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു, സഹതടവുകാരെ കയ്യേറ്റം ചെയ്യുന്നു, വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, മേക്കപ്പ് സാധനങ്ങൾ അവർക്ക് ഒരു സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ ഉള്ളതുപോലെയുള്ള മേക്കപ്പ് വസ്തുക്കൾ അവർക്ക് ലഭിച്ചതായ പരാതികളുണ്ട്. ഫോൺ ഉപയോഗം അവരെ സംബന്ധിച്ച് വലിയ പരാതിയായി പലപ്പോഴും ഉയർന്നു വന്നു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കിയ വനിതാ തടവുകാരിൽ ഒരാളായി ഇവരെ ഒരുപക്ഷെ ജയിൽ രേഖകൾ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അങ്ങനെ അവരെ പല ജയിലുകൾ മാറ്റാൻ സെൻട്രൽ ജയിൽ അവിടെ നിന്ന്
തലസ്ഥാനത്തെ വനിതാ ജയിൽ, പിന്നീട് വിയ്യൂർ ജയിൽ, അവിടെ നിന്ന് ഒരു കണ്ണൂരിലേക്ക് മാറ്റുന്ന തരത്തിലേക്കുള്ള നിരന്തരം ജയിൽ ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു തടവുപുള്ളിയാണ്. നേരത്തെ ഈ ജനുവരിയിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജയിൽ ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ VVIP പരിഗണന നൽകി അല്ലെങ്കിൽ രാജപദവി നൽകി അവരെ നോക്കിക്കൊണ്ടിരുന്നത് എന്ന് കൂടി പറയണം. അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട് എന്ന കാര്യം കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. 3 നേരവും പുറത്തുനിന്ന് ഭക്ഷണം ഇഷ്ടാനുസരണം, മസാല ദോശയാണ് വേണ്ടതെങ്കിൽ അത്, ബിരിയാണിയാണ് വേണ്ടതെങ്കിൽ അത്, ഫ്രൈഡ് റൈസ് ആണ് വേണ്ടതെങ്കിൽ അത്, അങ്ങനെ ജയിലിൽ എത്തിച്ചു കൊടുത്തത് പോലും ഉദ്യോഗസ്ഥരാണ് എന്ന ആരോപണം ഈ ഷെറിനുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നതാണ്. അരുൺ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിയുടെ പേര് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞിരുന്നു. അത് വലിയ വിവാദമായതാണ്. പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നതുമൊക്കെയാണ്. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഒരു പ്രതിയെ പുറത്തിറക്കാൻ ഉള്ള എല്ലാ വിധത്തിലുമുള്ള ശ്രമം ഇവരെ പുറത്തിറക്കുന്നതിന് പലപ്പോഴായി ഉണ്ടായി. അതിപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയുമാണ്. എപ്പോൾ ഷെറിൻ പുറത്തിറങ്ങും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളോ പ്രതിഷേധങ്ങളോ ഒക്കെ ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഒന്നുമില്ലല്ലോ അല്ലേ? സാധ്യത വിരളമാണ്. കാരണം പല ആരോപണങ്ങൾ വന്നു. ഒരു മന്ത്രിയുടെ പേര് തന്നെ ഉയർന്നു വന്നു, മറ്റു ചില പേരുകൾ ഉയർന്നു വന്നു. ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുമായി ബന്ധപ്പെട്ട വർഷമുണ്ട്. പക്ഷേ അതൊക്കെ ഒരു പുകമറയ്ക്കപ്പുറത്തേക്ക് ആരും അത്തരം ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം പോലും തയ്യാറായിരുന്നില്ല. പ്രതിപക്ഷത്തും പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവർക്ക് പിന്തുണ ഇവർക്ക് ലഭിച്ചു എന്ന വിമർശനങ്ങൾ ഒരു പക്ഷത്ത് ഉയർന്നു വന്നതുമാണ്. ഏതായാലും ഇനി അത്തരം ഒരു നിയമ നടപടികൾക്കും അവരുടെ പേരിൽ കണ്ണൂരിൽ ഏറ്റവും അവസാനം ഈ സർക്കാർ വിട്ടയക്കാൻ തീരുമാനിച്ച പട്ടിക പുറത്തു വന്ന ശേഷം പോലും അവർക്കെതിരെ ഒരു പരാതി ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിൽ നിയമ നടപടി ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം ഉണ്ടാകും. അല്ലെങ്കിൽ വളരെ വേഗം ഷെറിൻ കാർണവർ ജയിൽ മോചിതയാകാൻ തന്നെയാണ് സാധ്യത. ജയിൽ ഉദ്യോഗസ്ഥരും ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതി എന്ന് ജയിൽ ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു തടവുകാരി കൂടിയായിരുന്നു ഷെറിൻ കാർണവർ. പല ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏതായാലും അധികം വൈകാതെ ഷെറിൻ കാർണവർ ജയിൽ മോചിതയാകും എന്ന് തന്നെയാണ്. മറ്റു നിയമ തടസ്സങ്ങളൊന്നും കാര്യമായി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, PV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും VVIP പരിഗണനയിൽ ജയിലിൽ കിടന്ന ശിക്ഷാ കാലയളവിൽ ഏറ്റവും കൂടുതൽ പരോൾ നേടിയ ഷെറിൻ കാർണവർ ഇപ്പോൾ പുറത്തിറങ്ങുകയാണ്. ശിക്ഷാ ഇളവ് ഗവർണർ അതിൻ്റെ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. ശിക്ഷാ ഇളവിന് അംഗീകാരമായിരിക്കുന്നു. ഒരു തവണ ഗവർണറുടെ കിട്ടെങ്കിലും ഇപ്പോൾ അതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. ജയിലിൽ കിടന്നും തടിയൻ്റവിടെ നസീർ തീവ്രവാദ പ്രവർത്തനത്തിനായി മറ്റൊരു സംഘത്തെ തയ്യാറാക്കിയെന്ന NIA കണ്ടെത്തൽ. ലഷ്കർ ഇ തോയ്ബയുടെ നേതൃത്വത്തിൽ 2023 ബംഗളൂരുവിലെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താനിരുന്ന പദ്ധതി പാളിയതിന് പിന്നാലെയായിരുന്നു നീക്കം. അറസ്റ്റിലായ ജയിലിലെ ഡോക്ടർ നാഗരാജ് മുസ്ലിം യുവാക്കളായ തടവുകാരെ തീവ്രവാദ പ്രവർത്തനത്തിനായി പ്രേരിപ്പിച്ചുവെന്നും കണ്ടെത്തലുണ്ട്. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ജയിലിലെ തടവുകാരെ NIA ചോദ്യം ചെയ്യുകയാണ്. KP അഭിലാഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഷെറിൻ കാർണവർ വധക്കേസിലെ പ്രതി ജയിലിൽ എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങൾ അനുഭവിച്ചു എന്നതാണ് നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ കണ്ടത്. ഇപ്പോൾ വന്നാൽ ജയിലിൽ കിടന്നുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ജയിലിൽ കിടന്നും തീവ്രവാദ പ്രവർത്തനത്തിനായി മറ്റൊരു സംഘത്തെ തന്നെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നു എന്ന പുതിയ കണ്ടെത്തലും NIA ഭാഗത്തു നിന്നുമുണ്ട്. ഈ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണോ ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്? രേണുക, തടിയൻ്റെവിടെ നസീർ പരപ്പന അഗ്രഹാര ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അത്തരം ശ്രമങ്ങൾ തുടരുകയും ചെയ്തുവെന്ന ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് NIA കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അതായത് തടിയൻ്റെവിട നസീറിന് ജയിലിനകത്ത് സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത 3 പേർ അറസ്റ്റിലായി എന്നുള്ളതായിരുന്നു ആ വിവരങ്ങൾ. അതിൽ ജയിലിലെ സൈക്യാട്രിസ്റ്റായിട്ടുള്ള ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, അതോടൊപ്പം തന്നെ തീവ്രവാദ കേസിൽ ഒളിവിൽ കഴിയുന്ന ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് അതിലേറെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആണ്. അതായത് 2023 ബാംഗ്ലൂരിൽ
സ്ഫോടന പരമ്പരകൾ നടത്തുന്നതിനുള്ള ശ്രമം ആയിരുന്നു തടിയൻ്റെവിട നസീറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ ഈ ശ്രമം പരാജയപ്പെടുകയും ഈ കേസിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് ശേഷവും ജയിലിനകത്ത് തന്നെ തടിയൻ്റെവിട നസീർ കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ NIA-ക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് തടിയൻ്റെവിട നസീർ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചത് ഇതേ പരപ്പന അഗ്രഹാര ജയിലിലെ മറ്റ് സഹതടവുകാരെ ആയിരുന്നു എന്നുള്ളതാണ്. പരപ്പന അഗ്രഹാര ജയിലിൽ വധശിക്ഷയ്ക്കും അതോടൊപ്പം തന്നെ ജീവപര്യന്തം തടവിനുമൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള നിരവധി പ്രതികൾ ആണ് കഴിയുന്നത്. അവരിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട തടവുകാരെ, അതിൽ തന്നെ യുവാക്കളായിട്ടുള്ള തടവുകാരെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തടിയൻ്റെവിട നസീറിൻ്റെ പ്രവർത്തനം എന്നുള്ളതാണ്. ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ തടിയൻ്റെവിട നസീറിന് സാധിച്ചു എന്നാണ് NIA കണ്ടെത്തുന്നത്. അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക, സ്ഫോടനങ്ങൾ നടത്തുക, അതിനുവേണ്ടി സന്നദ്ധരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഈ തടിയൻ്റെവിട നസീറിന് ജയിലിനകത്തിരുന്ന് സാധിച്ചു എന്നുള്ളതാണ് NIA-യുടെ കണ്ടെത്തൽ. അതിന് ആരൊക്കെയാണ് സഹായം ഒരുക്കിയത്, എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ഇപ്പോൾ NIA പരിശോധിച്ചു വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ NIA-ക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്നത് പ്രധാനമായും ഡോക്ടർ നാഗരാജിൻ്റെ സേവനം തന്നെയാണ്. അതായത് നാഗരാജ് ഈ ജയിലിലെ സൈക്യാട്രിസ്റ്റാണ്. ആ നിലയിൽ തടവുകാരെ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലത്തിൽ നിന്ന് വിമുക്തരാക്കുക എന്നതാണ് നാഗരാജിൻ്റെ ഡ്യൂട്ടി എങ്കിൽ അതല്ല, മറിച്ച് നാഗരാജ് കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ NIA-യുടെ കണ്ടെത്തൽ. അതായത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരായ യുവാക്കളായ തടവുകാരെ അവരിലേക്ക് കൂടുതൽ തീവ്രവാദം ഇഞ്ചക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മത തീവ്രവാദത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധിപ്പിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള കൗൺസിലിംഗ് ആയിരുന്നു നാഗരാജ് നടത്തിയത് എന്നാണ് ഇപ്പോൾ NIA-ക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇത് തടിയൻ്റെവിട നസീറിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് എന്ന കണ്ടെത്തലിലേക്കും NIA എത്തിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് മറ്റ് തടവുകാരെ, അതായത് ഇതര മതസ്ഥർ ആയിട്ടുള്ള തടവുകാർ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യവും അഭിരുചിയും പുലർത്താത്ത തടവുകാർ, അവരോട് ഏത് തരത്തിലായിരുന്നു നാഗരാജ് ഇടപെട്ടിരുന്നത്, ഏത് തരത്തിലാണ് അവർക്ക് കൗൺസിലിംഗ് നടത്തിയിരുന്നത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി NIA മറ്റ് തടവുകാരെ അടക്കം വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ASI ചാൻപാഷയുടെ ഇടപെടലുകൾ ആണ്. കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതാണ്. അതായത് തടിയൻ്റെവിട നസീറിനെ എപ്പോഴാണ് കോടതിയിലേക്കും മറ്റുമായി ജയിലിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന വിവരം അടക്കം ജയിലിന് പുറത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇൻഫർമേഷൻ നൽകിയിരുന്നു ഈ ചാൻ പാഷ എന്ന ASI എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത് എങ്കിൽ ഇപ്പോൾ തടിയൻ്റെവിട നസീറിൻ്റേത് മാത്രമല്ല, മറിച്ച് തടിയൻ്റെവിട നസീറുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പിൽ പെടുന്ന, അതായത് ജയിലിനകത്ത് ഉള്ള ഈ ജയിൽ പുള്ളികളുടെ വിവരങ്ങൾ അടക്കം പുറത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്ക് എപ്പോഴാണ് പരോൾ ലഭിക്കാനുള്ള സാധ്യത, അതായത് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ സ്ഫോടനങ്ങൾ നടത്തുക എന്നതിലൂടെ ലക്ഷ്യമിടുമ്പോൾ അതിനുള്ള അവസരം കൂടി സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് രേണുക. അതിനുള്ള അവസരമായി കണക്കാക്കുന്നത് ഒന്ന് തീർച്ചയായും അഭിലാഷ്, ഈ പറഞ്ഞു വരുമ്പോൾ നാഗരാജിന്റെ ഈ കേസുമായുള്ള ബന്ധം ഇത് ഏതെങ്കിലും തരത്തിൽ നാഗരാജ് ആരുടെയെങ്കിലും പ്രേരണയാൽ ചെയ്തതോ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടു പോയതോ അല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീവ്രവാദ പ്രവർത്തനത്തിനായി യുവാക്കളെ പ്രേരിപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജയിലിൽ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നു. മാത്രവുമല്ല അതിലൂടെയൊക്കെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഏതാണ്ട് 1 കോടിയോളം ഫോൺ എത്തിച്ച് നൽകി സമ്പാദിക്കാൻ പോലും ഈ സൈക്കാട്രിസ്റ്റിനായി എന്ന തരത്തിലൊക്കെയുള്ള വിവരം വരുന്നു. അപ്പോൾ ഇയാളുടെ ഇതിലുള്ള ഇൻവോൾവ്മെന്റ് വളരെ വലുതാണ് എന്ന് വേണമോ മനസ്സിലാക്കാൻ? ആരുടെയെങ്കിലും പ്രേരണയാലോ മറ്റോ അല്ല, ഇയാൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി തന്നെ മാറി എന്ന് വേണമോ ഈ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ? രേണുക, ഇതിൽ ASI ചാൻ പാഷയും അതോടൊപ്പം തന്നെ നാഗരാജും കൃത്യമായി കണ്ണികളായി വർത്തിച്ചു എന്ന് തന്നെയാണ് NIA-യുടെ കണ്ടെത്തൽ. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ നാഗരാജിന്റെ സാമ്പത്തിക സ്രോതസ് അടക്കം വിശദമായി പരിശോധിക്കുമ്പോൾ ഒരു ജയിൽ സൈക്യാട്രിസ്റ്റിന് പുറത്ത്
സർവീസ് നടത്തിയാലോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള വേതനമോ അല്ല, അതിനപ്പുറത്തുള്ള സാമ്പത്തിക ശേഷിയിലേക്ക് നാഗരാജ് എത്തി. അത് ഈ തരത്തിൽ, അതായത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കണ്ണിയായി വർത്തിച്ചതിനുള്ള പ്രതിഫലമായി ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പ്രതിഫലം ലഭിക്കുക സ്വാഭാവികമായും ജയിലിന് പുറത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ 2023 ബാംഗ്ലൂരിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിടുമ്പോൾ അതിന് ലഷ്കർ ഇ തോയ്ബയുടെ സ്ലീപ്പർ സെല്ലുകളെയാണ് പ്രയോജനപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് തീവ്രവാദ ഗ്രൂപ്പൊക്കെയായാണ് ഈ നാഗരാജും ASI ചാൻ പാഷയും ബന്ധം പുലർത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് NIA വിശദമായി പരിശോധിച്ച് വരുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തീവ്രവാദി ഗ്രൂപ്പുകൾ, അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട തീവ്രവാദ ചിന്താഗതിയുള്ള യുവാക്കളായിട്ടുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് തയ്യാറാക്കിയിരുന്നു. ഈ ഗ്രൂപ്പിൽപ്പെട്ട തടവു പുള്ളികളുടെ വിവരങ്ങളടക്കം പുറത്ത് കൃത്യമായി തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കൈമാറിയിരുന്നു. ഇവർക്ക് എപ്പോഴാണ് പരോൾ ലഭിക്കാനുള്ള സാധ്യത, ഇവർ എപ്പോഴാണ് പുറത്തിറങ്ങാനുള്ള സാധ്യത, അത്തരം വിവരങ്ങൾ അടക്കം പുറത്ത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം ഞെട്ടിപ്പിക്കുന്നത്, ഈ പ്രതികൾക്ക് ജയിൽ ചാടാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജയിലിന് പുറത്തെത്തുകയും ആ പുറത്തെത്തുന്ന സമയത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനത്തിനായി ഇവരെ ഉപയോഗിക്കുക എന്നതുമായിരുന്നു ലക്ഷ്യം എന്നാണ് ഇപ്പോൾ NIAക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് ഒരു പക്ഷേ കൂടുതൽ സഹായം തടിയൻ്റെവിട നസീറിന് ജയിലിൽ ലഭിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലേക്കും NIA എത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാഗരാജും അല്ല എങ്കിൽ ASI ചാൻ പാഷയും, രണ്ടുപേർക്ക് നമുക്കറിയാം, ഒരാൾ സൈക്യാട്രിസ്റ്റാണ്, മറ്റേയാൾ ASI ആണ്. ഇവർക്ക് ഇരുവർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ജയിലിലേക്ക് എത്താനും ജയിൽ പുള്ളികളുമായി ആശയവിനിമയം നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം പദവികളാണ് അവർ വഹിച്ചിരുന്നത്. എന്നാൽ മറ്റു ഉദ്യോഗസ്ഥരുടെ സഹായം ഇവർക്ക് ലഭിച്ചിരുന്നോ എന്നതിലും NIAക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പരപ്പന അഗ്രഹാര ജയിലുമായി ബന്ധപ്പെട്ട ആ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ ആ ജയിലുമായി ബന്ധം പുലർത്തുന്ന പലപ്പോഴും മറ്റ് ആശയവിനിമയങ്ങൾ ഉണ്ടാകും. അവിടേക്ക് ഭക്ഷണ സാധന സാമഗ്രികൾ എത്തിക്കുന്ന, ഡോക്യുമെന്റുകൾ എത്തിക്കുന്ന, വൈദ്യസഹായമൊക്കെ എത്തിക്കുന്ന മറ്റുദ്യോഗസ്ഥർ പുറത്തുമുണ്ട്. ഇങ്ങനെ പരപ്പന അഗ്രഹാര ജയിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ NIAയുടെ തീരുമാനം. ഇതിന് വിവിധ ഗ്രൂപ്പുകളായി NIA തിരിഞ്ഞിരിക്കുന്നു. പല സംഘങ്ങളായി ഇപ്പോൾ NIA തിരിഞ്ഞിട്ടുണ്ട്. ഈ സംഘങ്ങൾ വിശദമായി ഇവരെ ചോദ്യം ചെയ്യും. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒളിവിലായിട്ടുള്ള തീവ്രവാദിയുടെ അമ്മയുടെ അടുക്കൽ നിന്ന് അടക്കം ലഭിച്ചിട്ടുള്ള തെളിവുകൾ, ശേഖരിക്കപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റുകളടക്കം വിശദമായി പരിശോധിച്ചു വരികയാണ്. ഏതൊക്കെ തീവ്രവാദ ഏജൻസികളുമായി അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇവർക്ക് ധനസഹായം എങ്ങനെയാണ് ലഭിച്ചത്, ഏത് സമയത്താണ് ഈ ധനസഹായം ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഒപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ പരപ്പന അഗ്രഹാര ജയിലിലെ മുഴുവൻ പ്രതികളുടെയും പശ്ചാത്തലം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഇവരെ എപ്പോഴൊക്കെയാണ് കോടതിയിൽ ഹാജരാക്കിയത് അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾക്ക് വിധേയമാക്കിയത്, ആ സമയത്ത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു. ഈ ഇടയ്ക്ക് ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ രേണുക തന്നെ സൂചിപ്പിച്ചതാണ്, ഷെറിൻ എന്ന പ്രതിക്ക് കേരളത്തിലെ ജയിലിനകത്ത് എന്തെല്ലാം സൗകര്യങ്ങൾ ലഭിക്കുന്നു, ഗ്രീഷ്മയെ പോലുള്ള പ്രതിക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ലഭിക്കുന്നു. പലപ്പോഴും രാഷ്ട്രീയ തടവുകാർക്ക് കണ്ണൂരിലെ ജയിലിലൊക്കെ വലിയ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അവർ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് പുറത്ത് ഭക്ഷണം കഴിക്കാൻ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനൊക്കെ രഹസ്യമായി പോലീസ് സംവിധാനങ്ങൾ തന്നെ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നത് പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ തീവ്രവാദത്തിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രതികൾക്ക് പുറത്തിറങ്ങിയപ്പോൾ ഈ വൈദ്യസഹായത്തിനോ നിയമ നടപടികളുടെ ഭാഗമായോ കോടതിയിലേക്കോ ഒക്കെ കൊണ്ടുപോയപ്പോൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയോ മറ്റാരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തിയോ, ഇത്തരം കാര്യങ്ങൾ കൂടി വിശദമായി NIA പരിശോധിച്ചു വരികയാണ് രേണുക. തീർച്ചയായും വളരെ ഗൗരവമുള്ള സംഭവം തന്നെയാണ്. ജയിലിൽ കിടക്കുന്നു, അവിടെ അവർക്ക് വലിയ രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നു. തീവ്രവാദ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവിടെ വലിയ രീതിയിൽ പരിഗണന ലഭിക്കുന്നതിനു അതിനേക്കാൾ ഗൗരവത്തിൽ കാണേണ്ടത്, അവിടെ ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ മത തീവ്രവാദം വളർത്തുന്നു, തീവ്രവാദ പ്രവർത്തനത്തിനായി മറ്റൊരു സംഘത്തെ തയ്യാറാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ ഗൗരവമുണ്ട്. ഇത് ഈ കേസിൽ മാത്രം സംഭവിക്കുന്നതാണോ? പരപ്പന അഗ്രഹാര ജയിലിൽ മാത്രമാണോ ഇത് സംഭവിക്കുന്നത്? അതോ രാജ്യത്തെ ജയിലുകൾ തീവ്രവാദ കേസുകളിലും മറ്റും പെട്ട് ഇത്രയും ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ പെട്ട് കിടക്കുന്ന ആളുകൾക്ക് പോലും ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളും അവിടെ ഇരുന്ന് കുറ്റകൃത്യം ചെയ്യാനുള്ള അവസരങ്ങളും ലഭിക്കുകയാണെങ്കിൽ അത് മറ്റെല്ലായിടത്തും നടക്കുന്നതാണോ? അങ്ങനെയുള്ള പരിശോധനകൾ ആവശ്യമാണോ എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സംഭവമാണ് ഇത്. എന്തായാലും ഓരോ ദിവസവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് NIAയുടെ ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. KP അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
കൊച്ചിയിൽ ലഹരിക്കേസിൽ പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസ് സിനിമാ പ്രൊമോഷന്റെ മറവിൽ ലഹരിമരുന്ന് കടത്തിയതായി കണ്ടെത്തി. ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. റിൻസിയെയും ആൺ സുഹൃത്ത് യാസിറിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം സംഭവത്തിൽ യാതൊരു ബന്ധവുമില്ലെന്ന് റിൻസി ജോലി ചെയ്തിരുന്ന കമ്പനിയായ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ് വ്യക്തമാക്കി. റിൻസി കമ്പനി സ്റ്റാഫ് അല്ല, ഔട്ട്സോഴ്സ് ആയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതും കമ്പനി അധികൃതർ പറയുന്നു. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഈ സിനിമാ പ്രൊമോഷന്റെ മറവിൽ ലഹരി മരുന്ന് കടത്തിയതായുള്ള കണ്ടെത്തലാണ് വരുന്നത്. അപ്പോൾ ആ ഗ്ലാമർ, സിനിമയുടെ ഗ്ലാമർ ഏതൊക്കെ രീതിയിൽ ഈ ലഹരി ഇടപാടുകൾക്ക് ഉപയോഗപ്പെടുത്തി എന്നതാണ് പുറത്തു വരുന്ന വിവരം. രേണുക, എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു കമ്പനിയുടെ പേരിൽ അല്ലെങ്കിൽ ഈ റിൻസി ജോലി ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് റിൻസി ജോലി ചെയ്യുന്നത്. ആ സ്ഥാപനം കൂടുതലും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ മാർക്കോ സിനിമയുടെ PR അടക്കം എടുത്ത് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ ഇപ്പോൾ പിടിയിലായ റിൻസി. അപ്പോൾ ഇതൊരു മറയാക്കി തന്നെയാണ് ഈ സിനിമാ മേഖലയിലുള്ളവർക്കടക്കം ലഹരി എത്തിക്കുന്നതിൽ റിൻസി മുൻപന്തിയിലുണ്ടായിരുന്നു. കാക്കനാട്ടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ കഴിഞ്ഞ 10 മാസമായി റിൻസിയും ഈ സുഹൃത്ത് യാസിറും താമസിക്കുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്നും യാസിർ കൊണ്ടുവരുന്ന ലഹരി ഈ ഫ്ലാറ്റിൽ എത്തിച്ച് അവിടെ നിന്നാണ് ആവശ്യമുള്ളവർക്ക് കൈമാറുന്നത്. ഈ ലഹരി വേണ്ടവർ ആ ഫ്ലാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ലഹരി സുലഭമായി ലഭിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇവർ ഈ ഫ്ലാറ്റിൽ ഒരു പാർട്ടി വരെ നടത്തുന്നുണ്ട്, ലഹരി പാർട്ടി വരെ നടത്തുന്നുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കുകയും ചെയ്തു. ഒപ്പം ഈ ഒരു ചാറ്റ് കൂടി അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ യുവതിയുടെ ഫോണിൽ നിന്നും കിട്ടിയ ചാറ്റാണ്. അതിൽ കൃത്യമായി തന്നെ അതിൽ ആവശ്യമുള്ളവർ എത്ര ഗ്രാമാണ് വേണ്ടത്, എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്, ഒപ്പം ഗൂഗിൾ പേ വഴി പേ ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും ഇവർ വാട്സപ്പ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള രേഖകൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം 75ഓളം ഗ്രൂപ്പുകളുണ്ട്. ഈ ലഹരി ഇടപാട് നടത്തുന്നതിന് വേണ്ടി 75ഓളം ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോലീസിന്റെ നീക്കം സിനിമാ മേഖലയിലേക്കാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇവരിൽ നിന്നും ലഹരി വാങ്ങുന്നത് എന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടി ഇരുവരെയും 2 പ്രതികളെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. വയനാട് നിന്നും പിടികൂടിയ ലഹരിയുമായി വയനാട് നിന്ന് പിടികൂടിയവരിൽ നിന്നുമാണ് ഈ യുവതിയെക്കുറിച്ചും സുഹൃത്തിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയാണ് ഫ്ളാറ്റിൽ നിന്നും ഇവരെ ലഹരിയോടുകൂടി പിടികൂടുന്നതും. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ബംഗളൂരിൽ നിന്നാണ് ലഹരി എത്തിക്കുന്നതെന്നും അവിടെ ഫ്ളാറ്റിൽ വെച്ച് ലഹരി പാർട്ടികൾ നടത്താറുണ്ടെന്നും ആ ഫ്ളാറ്റിൽ എത്തിയിട്ടാണ് ആവശ്യക്കാർക്ക് വീതിച്ചു നൽകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് ഇരുവരും തുറന്ന് സമ്മതിക്കുകയും ഒക്കെ ചെയ്തത്. ഇനി സിനിമാ മേഖലയിലെ ആരാണ് ഇവരിൽ നിന്നും സ്ഥിരമായി ലഹരി വാങ്ങിയതെന്നതിന് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവരുടെ ഫോണുകൾ വിശദമായി പരിശോധിക്കും. കസ്റ്റഡി ലഭിച്ച ശേഷം അവരിൽ നിന്നും വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇനി സിനിമാ മേഖലയിലേക്കുള്ള അന്വേഷണം കൂടി വ്യാപിപ്പിക്കുക. നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ ഇതുപോലെ പല ആളുകളും പിടിയിലാകുമ്പോഴാണ് അവർ ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾക്കും ലഹരി വിതരണം ചെയ്യുന്നവരാണെന്ന് കണ്ടെത്തുകയും അതിൽ നിന്നും മലയാളത്തിലെ തന്നെ പ്രധാനപ്പെട്ട നടന്മാരിലേക്കൊക്കെ അന്വേഷണം നീളുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും റിൻസിയെയും യാസറിനെയും പിടികൂടിയ സാഹചര്യത്തിൽ അവരിൽ നിന്നും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സിനിമ പ്രൊമോഷന്റെ സാഹചര്യമൊക്കെ ലഹരി മരുന്ന് കടത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നു. നവമി, ഇതിൽ നമുക്ക് കൂടുതലായി അറിയേണ്ടത് സിനിമാ മേഖലയിലെ മറ്റ് ഉള്ളവർക്കും ഇതിലുള്ള ബന്ധം ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ പേർ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആരാണ് ഇവരിൽ നിന്നും കൂടുതലായി ലഹരി വാങ്ങുന്നത് എന്നതിൽ പോലീസ് ഇപ്പോഴും വിവരം പുറത്തുവിട്ടിട്ടില്ല. കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകി കോടതിയിൽ നിന്നും ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ, അത് തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യൽ നിന്ന് വേണം ഈ കൂടുതൽ സിനിമാ മേഖലയുമായി ബന്ധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ആർക്കൊക്കെയാണ് ലഹരി കൈമാറുന്നതിൽ ഒരു
ഉത്തരം കണ്ടെത്തുവാൻ അന്വേഷണ സംഘത്തിനും കഴിയുകയുള്ളൂ. ഒപ്പം ഈ ഉണ്ണിമുകുന്ദൻ എതിരായിട്ടുള്ള ആരോപണമൊക്കെ ഉയർത്തിരുന്നു. ഉണ്ണിമുകുന്ദന്റെ മാർക്കോ സിനിമയുമായി ബന്ധപ്പെട്ട് PR വർക്കുകൾ ചെയ്തിരുന്നത് റിൻസി ആയിരുന്നു. അങ്ങനെ ഉണ്ണിമുകുന്ദന്റെ ഒരു മുൻ മാനേജറാണ് എന്ന തരത്തിൽ, റിൻസി ഉണ്ണിമുകുന്ദന്റെ മാനേജറാണെന്ന തരത്തിലുള്ള ആരോപണമൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ ഉണ്ണിമുകുന്ദൻ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സിനിമയുടെ ഭാഗമായി മാത്രമാണ് ഇവരുടെ കമ്പനിക്ക് PR കമ്പനിയുമായി ബന്ധപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ അനാവശ്യമായി തന്റെ പേര് ഇതിൽ വലിച്ചിഴക്കരുത്, അങ്ങനെ ഉണ്ടായാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഉണ്ണിമുകുന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ സിനിമാ മേഖലയിലുള്ള ആളുകളുമായിട്ട് റിൻസിക്ക് ബന്ധമുണ്ടെന്ന് ഇതിനോടകം തന്നെ പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ആർക്കൊക്കെയാണ് ലഹരി കൈമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ റിൻസിയിൽ നിന്നും ആരൊക്കെയാണ് സ്ഥിരം ലഹരി വാങ്ങിയിരിക്കുന്നത് എന്നത് കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടി ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യണം. ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവരിലേക്ക് എത്താൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. ഇതിനു മുൻപ് പോലും പല സിനിമാ താരങ്ങളെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിട്ടുള്ള തെളിവ് പോലീസിന് കിട്ടിയിരുന്നില്ല. ആ തെളിവുകളുടെ അഭാവത്തിൽ ഇവരെയൊക്കെ വിടേണ്ട സാഹചര്യം വരുന്നുണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കും അന്വേഷണം നീളുകയുള്ളൂ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ ആരൊക്കെ ഇവരിൽ നിന്ന് ഈ ലഹരി മരുന്നുകൾ വാങ്ങി എന്നതുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കമ്പനിയുമായി ബന്ധമില്ല, കമ്പനി അവരുമായി ബന്ധമില്ല എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അക്കാര്യങ്ങളിലും കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ഭീഷണിയായി ഡാർക്ക് വെബ്. ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തുന്ന സംഘങ്ങൾ വ്യാപകമാകുന്നു. പണം നൽകാത്തവരുടെ അശ്ലീല ചിത്രങ്ങൾ ഡാർക്ക് വെബും ടെലഗ്രാമും വഴി അശ്ലീല സൈറ്റുകൾക്ക് കൈമാറും. ഗൂഢസംഘത്തിന്റെ കെണിയിൽപ്പെട്ടത് നിരവധി മലയാളികളാണ്. അതേസമയം പോലീസിനും ഈ കേസിൽ പരിമിതികളുണ്ടെന്ന് നിയമവിദഗ്ധർ പറയുന്നു. പണം അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വീഡിയോകളെല്ലാം തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ സൊസൈറ്റി, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെയും അതുപോലെ തന്നെ വീട്ടമ്മമാരുടെയും അടക്കം വിഷ്വൽസ് പല രൂപത്തിൽ സൗഹൃദം നടിച്ച് കൈക്കലാക്കിയതും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മൊബൈൽ ഫോണുകളും മറ്റ് ഡിവൈസുകളും ഹാക്ക് ചെയ്തതിന് ശേഷം കളക്ട് ചെയ്ത വിഷ്വൽസുമാണ്. അപ്പോൾ ഇത്തരം വിഷ്വൽസുകളെല്ലാം തന്നെ ഒരു തരത്തിൽ അവരെ ഒരു ട്രോമയിലേക്ക് എത്തിക്കുകയും അവരത് വെച്ച് ഭീഷണിപ്പെടുത്തി പണം മേടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ ഈ പറഞ്ഞ ഡാർക്ക് വെബിലേക്ക് കൊടുക്കുകയും ചെയ്യണം. എന്നിട്ട് ആ ഡാർക്ക് വെബിൽ നിന്ന് വരുന്ന വിവരങ്ങളും ഈ പറഞ്ഞ ഈ ബാക്കിയുള്ള വീഡിയോകളെല്ലാം തന്നെ പണം മേടിച്ചുകൊണ്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കും. ഒരാൾ പോലും സേഫായിട്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. ഇപ്പോൾ നമ്മളുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും വൈഫോ മക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും നമ്മുടെ ബന്ധുക്കളോ ഇടുന്ന ഫോട്ടോകളെല്ലാം മറ്റൊരു തരത്തിൽ ഇവർ ഈ പറഞ്ഞ പോലെ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ കൂടെ തമ്പനയിലായിട്ട് ഉപയോഗിക്കാനും വീഡിയോ കോൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ തട്ടിപ്പിന് പിന്നിലും മലയാളികൾ ഉൾപ്പെട്ട സംഘങ്ങൾ ഉള്ളതായാണ് സൂചന. ഡാനി പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ഡാർക്ക് വെബ് വഴി നടക്കുന്ന ലഹരി കച്ചവടത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരം വഴിവിട്ട പ്രവർത്തികൾ നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നത്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് സ്ത്രീകളെ ആശങ്കപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്തും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ എത്രത്തോളം സുരക്ഷിതരാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ഉയർത്തുന്നത്. നമുക്ക് ഈ ഡാർക്ക് വെബ് എന്നതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത് ഒരുപക്ഷെ ഈ ലഹരി കച്ചവടവും അതിൻ്റെ ഇടപാടുകളെല്ലാം തന്നെ പുറത്തേക്ക് വരുമ്പോഴായിരിക്കും. ഇത് നേരത്തെയും നിലവിലുള്ളതാണെങ്കിൽ കൂടി. പക്ഷേ ഇതിൽ ഇത്ര കണ്ട, അതായത് ഇതിനേക്കാൾ ഇരട്ടി ലഹരി വ്യാപാരത്തിനൊപ്പം തന്നെയാണ് ഇതുപോലുള്ള ഇടപാടുകൾ കൂടി അതിൻ്റെ ഒരു ഇടമാവുന്നത്. അതിൻ്റെ മികച്ച ഒരു ഒളിയിടവും ബിസിനസ് കേന്ദ്രവും എല്ലാമായി ഇത് മാറിയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിക്കും. നമുക്കറിയാം, ഇപ്പോഴത് വിനോദത്തിന് മാത്രമല്ല, അത് ഒരു വരുമാന മാർഗം കൂടിയായി മാറുന്നുണ്ട് വളരെയധികം പേർക്ക്. അപ്പോൾ ഇതിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, ഇത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഇതിലേക്ക് ഈ വഴിയിലേക്ക് എത്തുന്നവർ, അതിൻ്റെ റീൽസ്, വീഡിയോസ്, സ്റ്റോറികൾ ഇടുന്നവർ, അത് വാട്സപ്പ് പ്രൊഫൈലാണെങ്കിൽ കൂടിയും
അതുപോലും അത് കോപ്പി ചെയ്ത് എടുക്കപ്പെടുന്നുണ്ട്. അത് മോർഫ് ചെയ്ത മറ്റ് പല കാര്യങ്ങൾക്കും ഈ അശ്ലീല വീഡിയോകളെല്ലാം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇത്തരം ഗൂഢസംഘങ്ങൾ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അതിൽ പലതിനും മലയാളികൾ തന്നെയാണ് ഇതിൽ ഇരയാക്കപ്പെടുന്നതും അതോടൊപ്പം തന്നെ വേട്ടക്കാരാവുന്നതും ഇവർ തന്നെയാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഈ ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരിൽ നിന്ന് പണം വാങ്ങുകയും എല്ലാം തന്നെ ചെയ്യും. ഈ പണം വാങ്ങിയിട്ടും ചിലരുടെ എല്ലാം തന്നെ വീഡിയോകൾ മറ്റ് പലയിടങ്ങളിലേക്ക് മാറ്റുന്നു. ഭീഷണിക്ക് വഴങ്ങാത്തവരെയും ഇതുപോലെ ഉപയോഗിക്കുന്നു. അവരുടെ ചിത്രങ്ങൾ ഡാർക്ക് വെബും അത് ആക്സസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴി അതിൽ മാസവരി വാടക നിശ്ചയിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ ഈ ഇരയാക്കപ്പെടുന്നവരുടെ ചിത്രങ്ങളടക്കം വീഡിയോകളടക്കം അതിലേക്ക് പ്രചരിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ വീഡിയോ കോളുകൾ, വീഡിയോ ചാറ്റുകൾ അത് സുഹൃത്തുക്കളുമായി ചെയ്യുന്നതും ഇതെല്ലാം ഈ രീതിയിൽ ഉപയോഗപ്പെടുന്നുണ്ട്. അതെല്ലാം തന്നെ മറ്റൊരാൾ ചതിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വീഡിയോ കോള് വിളിക്കുന്നവർ തന്നെയും ഇത് മറ്റൊരു ആപ്പ് വഴി റെക്കോർഡ് ചെയ്തിട്ട് ഇത്തരം സംഘങ്ങൾക്ക് വിൽക്കുന്നു എന്നതാണ് പറയുന്നത്. ഇതെല്ലാം പിന്നീട് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഈ പണം കൈപ്പറ്റുന്നതിന് വേണ്ടിയും ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ അശ്ലീല സൈറ്റുകൾക്ക് അവരുടെ പ്രയോക്താക്കളായി ഇവരെല്ലാം തന്നെ മാറുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തു. അങ്ങനെ ഇത് ഈ രീതിയിൽ വലിയ രീതിയിൽ ഉപയോഗപ്പെടുന്നു, വലിയ രീതിയിൽ ചതിക്കപ്പെടുന്നു എന്നതാണ്. ഒരാളും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സുരക്ഷിതരാണ് എന്നൊരു ബോധത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് എന്നതാണ് ഈ വാർത്തയുടെ തന്നെ ഉള്ളടക്കം. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെയുണ്ട്. ഇപ്പോഴത് വളരെ കൂടുതലായിട്ട് മാറിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നതിന്റെ വിവരങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിരുന്നത് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ തട്ടിപ്പ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ അതിന്റെ രീതികൾ എന്താണ് എന്നതൊക്കെ കുറേയധികം വാർത്തകളും കുറെ പേരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇത് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇതുമായി ഒന്നും ബന്ധമില്ലാത്തവർ ആയാൽ പോലും ഈ തട്ടിപ്പിനിരയാകുന്നവരുടെ ബന്ധുക്കളായാലോ അല്ലെങ്കിൽ അവരുടെ ഡിവൈസിൽ നമ്മളുടെ വിവരങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെറുതെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾ പോലും ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാം എന്നതാണ് ജിയാസ് ജമാൽ, ഈ സൈബർ നിയമ വിദഗ്ധൻ പറയുന്നത്. വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം നമ്മൾ എത്ര ജാഗ്രത പുലർത്തിയാലും ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാം നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ഫോട്ടോകളും വീഡിയോകളും വിവരങ്ങളും എന്ന ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ വലിയ ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? മലയാളികൾക്ക് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ സംഘമാണോ? മലയാളികൾ എന്ന് പറയുമ്പോൾ അവർ കേരളം ബേസ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ ഇത്തരം ഓപ്പറേഷൻസ് നടത്തുന്നു എന്നതാണോ, അതോ പുറം രാജ്യങ്ങളിൽ ഇരുന്ന് ഇതിന് വഴിയൊരുക്കുന്നു എന്നാണോ? എന്തൊക്കെയാണ് ഇതിനോടകം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? രേണുക, ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു വിസ്ഫോടനങ്ങളുടെ ഈ കാലത്ത് ഇത് എവിടെ നിന്നുമാകാം. അത്ര പെട്ടെന്നൊന്നും ഇവരെ കണ്ടുപിടിക്കുന്നത് അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യവുമല്ല. പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇത്തരം ഈ വിവരശേഖരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഇതെല്ലാം തന്നെ ചോരുന്നത്. ആദ്യ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘം ചെയ്യുന്നത് ഇവർക്ക് പരാതി കൊടുക്കുക. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം, അവർക്ക് പരാതി കൊടുക്കുക, ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചു, അവരിൽ നിന്ന് ഒരു പൊതുവിവരം ശേഖരിക്കുക എന്നതാണ്. പക്ഷേ അവരിൽ നിന്നെല്ലാം വിവരങ്ങൾ കിട്ടുക അത്ര കണ്ട് എളുപ്പമല്ല എന്നാണ് പറയുന്നത്. അതിന് കുറെ കൂടി കുറ്റമറ്റതായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്, നമ്മുടെ സംവിധാനങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവിടെ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചടി നേരിടുന്നതാണ് പലപ്പോഴും പല കേസുകളും വൈകുന്നതിന് തന്നെ കാരണം. പലപ്പോഴും കേസുകൾ പോലും എങ്ങും എത്താതെ പോകുന്നതിനും ഒരു സുപ്രധാനമായ ഒരു കാരണം ഇതാണ്. പലതും വൈകുന്നു എന്നതിൻ്റെയും എല്ലാം ഈ ഒരു പൊതു കാരണം ഇത് തന്നെയാണ്. എങ്കിലും ഈ മലയാളികൾ ഉൾപ്പെട്ടവർ ഇതിലുണ്ട് എന്നത് നമ്മൾ ഇതിൽ കൃത്യമായി പറയുന്നത് ഇവരോട് വിലപേശുന്നത് പലപ്പോഴും തന്നെ മലയാളികളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഗ്രൂപ്പുകളിൽ മലയാളികൾ ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം മറ്റ് പലരും രാജ്യത്ത് പലയിടങ്ങളിലും ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ സംഘടിപ്പിക്കുന്നുണ്ടാവും. അതായത് ആളുകളെ കണ്ടെത്തി വിലപേശുന്നതിന് കൃത്യമായ രീതിയിൽ തന്നെ ആളുകൾ എല്ലായിടത്തും തന്നെയുണ്ട്. നമുക്കറിയാം ഈ സൈബർ വിചാരണകളടക്കം നേരിടുമ്പോൾ മലയാളികളിലേക്ക് മലയാളി ഉദ്യോഗസ്ഥന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഫോൺ കൈമാറുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലും എല്ലാം തന്നെ നടക്കുന്നത്. അപ്പോൾ ഈ സംഘത്തിൽ മലയാളികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അതിലൂടെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യാം. ഇവർക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ കൂടുതലായിട്ട് തന്നെ നടത്തേണ്ടതുണ്ട്. ഈ സംഘം ഏതാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. പ്രധാനമായും ഈ ഡാർക്ക് വെബ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലൊക്കെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന്
പരിമിതികൾ, നമ്മുടെ സൈബർ സംഘത്തിനെല്ലാം തന്നെ പരിമിതികളുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കുറേ കൂടി വിശാലാർത്ഥത്തിൽ ഇതിലേക്കെല്ലാം തന്നെ അന്വേഷണം പോകേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടുകൾക്കകത്തുള്ളവരാണ് ഈ രീതിയിൽ തന്നെ ഇരയാക്കപ്പെടുന്നത്. അതിൽ കൃത്യമായ രീതിയിലുള്ള നടപടികളിലേക്ക് അടക്കം പോയില്ല എങ്കിൽ കൂടുതൽ ഇരകൾ തന്നെ സൃഷ്ടിക്കപ്പെടാനുള്ള മുഴുവൻ സാധ്യതയും തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. തീർച്ചയായും സൈബർ കേസുകളുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്നതാണ് ഈ അന്വേഷണത്തിലെ പരിമിതികൾ. അതുതന്നെയാണ് ഇതിന് പിന്നിൽ ആര് എന്നതൊക്കെ കണ്ടെത്തുന്നതിന് പോലീസിന് വെല്ലുവിളിയാകുന്നത്. വളരെ പെട്ടെന്ന് തങ്ങളിലേക്ക് എത്താൻ അന്വേഷണ സംഘങ്ങൾക്ക്, അന്വേഷണ ഏജൻസികൾക്ക് കഴിയില്ല എന്ന ഒരു ആത്മവിശ്വാസം കൂടിയാണ്. ആരെയും എന്തും ചെയ്യാം, ഈ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവരെയൊക്കെ അവരുടെ ഫോട്ടോകളായാലും വീഡിയോകളായാലും ഒക്കെ ദുരുപയോഗം ചെയ്യാം, അതൊക്കെ തട്ടിപ്പിന് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ആത്മവിശ്വാസം ഈ സംഘങ്ങൾക്ക് നൽകുന്നതും. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അനിവാര്യമാണ്. കൂടുതൽ സുരക്ഷയും ഒപ്പം തന്നെ നമ്മളുടെ ജാഗ്രതയും സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ ആവശ്യമാണ് എന്നൊരു കാര്യം കൂടി അത് സൂചിപ്പിക്കുകയാണ്. ഡാനിപ്പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഷാർജയിൽ തൂങ്ങി മരിച്ച വിഭഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പ് ന്യൂസ് 18 ലഭിച്ചു. സ്ത്രീധന പീഡനം ഏൽക്കേണ്ടി വന്നതായി ഈ കുറിപ്പിൽ പറയുന്നു. തന്റെ മരണത്തിന് ഉത്തരവാദി ഭർത്താവ് നിതീഷ് മോഹനും ഭർത്തൃ സഹോദരി നീതു ബെൻസിയും ഭർത്തൃപിതാവ് മോഹനും ആണെന്നും കുറിപ്പിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി വിഭഞ്ചിക ജീവനൊടുക്കിയത്. എസ് വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. വിനീഷ്, സ്ത്രീധന പീഡനത്തിന്റെ ഒരിര കൂടി എന്ന് വേണം ഈ ആത്മഹത്യാക്കുറിപ്പ് കാണുമ്പോൾ മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? ഈ ഭർത്താവും ഭർത്തൃ സഹോദരി എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ പേരുൾപ്പെടെയാണോ ഈ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്? തീർച്ചയായും രേണുക, വിഭഞ്ചികയുടെയും മകളുടെയും മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സ്ത്രീധന പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന് മുൻപും വിഭഞ്ചിക ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില ശബ്ദ സന്ദേശങ്ങൾ ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭഞ്ചികയെയും കുഞ്ഞിനെയും അവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ബന്ധുക്കൾക്ക് അവരുടെ ഫ്ളാറ്റിൽ നിന്നും വിഭഞ്ചികയുടെ ഒരു മരണക്കുറിപ്പ് ലഭ്യമായിരിക്കുന്നു. ഇതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവരുടെ വീട്ടുകാർക്കെതിരെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തന്റെ മരണത്തിന് ഉത്തരവാദി നീതു ബെൻസി, അതായത് ഈ സഹോദരിയാണ്, ഈ ഭർത്തൃ സഹോദരിയാണ് നീതു ബെൻസി. ഭർത്താവ് നിതീഷ് മോഹൻ, അച്ഛൻ മോഹൻ എന്നിവരുടെ 3 പേരുടെയും പേരുകൾ കൃത്യമായി തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇവർ കൊല്ലാക്കൊല ചെയ്തു എന്നൊരു വാക്കും അതിൽ ഉപയോഗിക്കുന്നുണ്ട്. കൊല്ലാക്കൊല ചെയ്തു, തന്നെ മാനസികമായി പീഡിപ്പിച്ചു, സ്ത്രീധന പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന് വിഭജിക്കുക കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ കല്യാണം ആർഭാടമായി നടത്തിയില്ല, കാറ് നൽകിയില്ല, അതുപോലെ തന്നെ സ്വർണം നൽകിയില്ല എന്നതെല്ലാം കൃത്യമായി വിഭജികയുടെ കൈയെഴുത്തിൽ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇവരുടെ വീട്ടുകാർക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം സ്വദേശിനിയാണ് ഈ വിഭജിക. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം വിഭജിക ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു മൃതശരീരങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഷാർജയിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഇവരുടെ മൃതശരീരം കഴിഞ്ഞ ദിവസം ജന്മനാട്ടിൽ എത്തിക്കുകയും സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. അല്പസമയത്തിനകം ഇതിന്റെ കൂടുതൽ വ്യക്തത നമുക്ക് ഈ പെൺകുട്ടിയുടെ വിഭജികയുടെ അച്ഛൻ വിദേശത്താണ്. യാത്രാരേഖകളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം എന്തോ പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. മകളെ ബന്ധപ്പെടാനും കഴിഞ്ഞിരുന്നില്ല, ഈ കൊച്ചുമകളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പറയുന്നത് ഈ കുടുംബവുമായൊക്കെ വിഭജികയുടെ കുടുംബം അടുത്തിടപഴകിയിരുന്നു, അവർ തമ്മിൽ ആശയവിനിമയങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എന്നിട്ട് പോലും ഈ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും എന്താണ് മകൾ അവിടെ അനുഭവിക്കുന്നതെന്നോ അവളുടെ ബുദ്ധിമുട്ട് എന്താണ് എന്നോ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലേ? വീട്ടുകാരുമായി ഈ വിഷയങ്ങളൊന്നും പങ്കുവെച്ചിരുന്നില്ലേ? ഈ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും അതിനു മുൻപ് എന്താണ് താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് ബന്ധുക്കളോടോ അടുത്ത ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ലേ? തീർച്ചയായും രേണുക, തുടക്കം മുതൽ വിഭജിക വലിയ രീതിയിലുള്ള മാനസികമായിട്ട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ഇവർ തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അടുത്ത സമയത്താണ് ഇവരുടെ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ശബ്ദ സന്ദേശങ്ങൾ അയച്ചു നൽകുകയും ഒക്കെ ചെയ്തത്. ഇത് ഇവരുടെ കുടുംബജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ അകന്നു കഴിയുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഭർത്തൃ സഹോദരിയുമായിട്ട് നിതീഷ് മോഹൻ കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം മാനസികമായിട്ട് ഒരുപാട് വേദനകൾ സൃഷ്ടിച്ചു എന്നും ഈ
വിഭജികയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് പരാതി നൽകിയിട്ടുണ്ട്. എഴുകോൺ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അത് ഈ നിയമ നടപടി എന്നത് മരണത്തിന് ശേഷമുള്ളതാണല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. ഇനി കൂടുതൽ നിയമ നടപടിയിലേക്കും ഒക്കെ കുടുംബം നീങ്ങുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മരണക്കുറിപ്പും കൂടെ വന്നതുകൊണ്ട് കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. രേണുക, ഈ കുടുംബം ഈ നിയമ പോരാട്ടവുമായി എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ അച്ഛൻ വിദേശ രാജ്യത്താണുള്ളത്, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? കോവിഡ് കാലത്താണ് ഇവരുടെ കല്യാണം നടന്നത്. അന്ന് മുതൽ തന്നെ ഈ കുഞ്ഞിനെ ഒന്നും കാണാനോ ഈ കുടുംബവുമായി അടുത്തിടപഴകാനോ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു എന്നൊക്കെ ചില മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നുണ്ടോ? ആരാണ് ഈ നിയമ പോരാട്ടത്തിനൊക്കെ മുന്നിലുള്ളത്? അമ്മ ശൈലജ മാത്രമാണോ ഉള്ളത്? എന്താണ് കുടുംബവും ഇപ്പോഴത്തെ പശ്ചാത്തലം? അവരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അമ്മ ശൈലജ തന്നെയാണ് പരാതിയുമായിട്ട് ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്നത്. ശൈലജ അല്പസമയത്തിനകം നമ്മളോട് പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് തന്നെ നീങ്ങുന്നു. കാരണം അത്രത്തോളം മാനസികമായിട്ടുള്ള പീഡനമാണ് ഏൽക്കേണ്ടി വന്നത്. ഈ വിഭജിക തന്നെ തന്റെ അമ്മയോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ബന്ധം വേർപെടുത്താനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ശ്രമങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ തങ്ങൾ ജീവനൊടുക്കും എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു മരണകാരണം തന്നെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. രേണുക, കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ ബന്ധം വേർപെടുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നിതീഷ് അയച്ചത്. ഇതിനെ തുടർന്നുണ്ടായ ഒരു മനോവിഷമമാണ് ഇവർ ജീവനൊടുക്കാൻ കാരണമായതെന്നാണ് വീട്ടുകാർക്ക് ലഭ്യമായ വിവരം. എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, വ്യക്തതകൾ വരാനുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രതികരണം ലഭ്യമാകും. രേണുക, വീട്ടുകാർ നമ്മളുമായിട്ട് പ്രതികരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, എന്തായാലും വിഭജികയുടെ അമ്മ ശൈലജയാണ് നാട്ടിലുള്ളത്. അവരാണ് ഇപ്പോൾ നിയമ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഒരു കാരണവശാലും തൻ്റെ മകളുടെ മരണത്തിനിടയാക്കിയവരെ വെറുതെ വിടില്ല, അതിൽ നിയമ പോരാട്ടം ഏതറ്റം വരെയാണെങ്കിലും കൊണ്ടുപോകുമെന്നതാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന വിവരം. അവർക്ക് വിഭജികയും കുഞ്ഞുമകളും അനുഭവിച്ച ഈ വലിയ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അത്രമാത്രം അറിവുണ്ടായിരുന്നില്ല എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് ന്യൂസ് 18 പുറത്തുവിടുമ്പോൾ അതിൽ കൃത്യമായും ആരൊക്കെയാണ് തങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. അന്വേഷണം അത് കേന്ദ്രീകരിച്ചായിരിക്കും ഇനി ഉണ്ടാവുക. കർണാടക ധർമ്മസ്ഥലയിൽ 100-ലേറെ പേരെ ബലാത്സംഗത്തിനിരയാക്കിയും മറ്റും കൊന്നു കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തലിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി ആക്ഷൻ കമ്മിറ്റി. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനപ്പുറം സംഭവത്തിന്റെ കൂടുതൽ തെളിവുകൾ കൈവശമുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ന്യൂസ് 18നോട് പറഞ്ഞു. 100% ആ പറഞ്ഞ പുള്ളി അല്ലാത്ത ബോഡി ഞങ്ങൾ തന്നെ എടുത്തു കൊടുക്കും. ഇപ്പം അവരുടെ FIR ചെയ്ത് ആയി, അവരുടെ കംപ്ലൈൻറ്റ് കൊടുത്ത രീതിയിൽ FIR ചെയ്തായി. അതിൻ്റെ പ്രകാരം ജോലി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ തന്നെ എടുക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട ചെയ്യട്ടെ. ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾ ചെയ്യും ഉടനെ തന്നെ. ഇവരെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുമെന്ന് മാത്രമേ ഇത് ഞാൻ പറയാൻ എല്ലാവരോടും. Wherever the assault, rape, any incident occurs for the women, a girl, I will go and I'll make an FIR in the name, and there is a provision, so motor cases. In that, I have registered many cases and I got justice through the court. But here, I should thank to News 18. People will not come to know what is going on in Dharmasthala, especially justice for Saujanya case. I strongly, now also, I ask Parmeshwar Appaji to take serious action. One thing I'll tell you, sir, money is playing a major role. Nothing is money only playing the major role. They are purchasing the money. They even if they mind, even they can purchase me also. If they come to know that Rama Nagaraj is fighting for the justice for. KV ബൈജു ആണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ബൈജു, നാടിനെ നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ആ ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 100-ലേറെ പേരെ ബലാത്സംഗത്തിനിരയാക്കി മറ്റും കൊന്നു കുഴിച്ചുമൂടി എന്ന് പറയുമ്പോൾ അതിൽ അന്വേഷണത്തിന് ആക്ഷൻ കമ്മിറ്റിക്ക് രംഗത്ത് വരേണ്ടി വരുന്നു. അവർ സമരം ശക്തമാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെ നയിക്കുന്നത്? എന്താണ് അന്വേഷണത്തിന് വിലങ്ങുതടിയാകുന്ന ഘടകം? രേണുക, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ധർമ്മസ്ഥലിലേക്ക് നേരിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയത്.
ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നിരവധി തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിടുന്നതാണ്. ഒരു പക്ഷേ അവിശ്വസനീയമെന്ന് ഒക്കെ തോന്നാം. കാരണം 100ഓളം പേരെ ഇത്തരത്തിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തും മറ്റും കൊലപ്പെടുത്തുക, പിന്നീട് ആ മൃതദേഹം കുഴിച്ചു മൂടുക, ഇതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുക, അത്തരത്തിൽ വലിയ തോതിലുള്ള അവിശ്വസനീയമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമുക്ക് തൊട്ട് അയൽ സ്ഥലമായ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് നിജസ്ഥിതി അറിയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഒരു പക്ഷേ 100 കിലോമീറ്റർ മാറി താമസിക്കേണ്ട സാഹചര്യം വന്നു. കാരണം അത്രത്തോളം ഭീഷണി ഇപ്പോഴും അവിടെയുണ്ട്. രാത്രി അവിടെ കൂടുതൽ സമയം തങ്ങാൻ നമ്മളെ ആക്ഷൻ കമ്മിറ്റി അനുവദിച്ചില്ല. കാരണം നമ്മുടെ സുരക്ഷ മുൻനിർത്തിയാണ് അത്തരത്തിൽ ആളുകൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ തെളിവുകൾ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചു. അതിൽ മലയാളികൾ പോലും ഇത്തരത്തിൽ ക്രൂരമായ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും അത്തരത്തിലുള്ള തെളിവുകളും നമുക്ക് ലഭിച്ചു. മാത്രമല്ല ഈ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ 100ഓളം പേരെ താൻ കുഴിച്ചിടാൻ ഇത്തരത്തിൽ നിർബന്ധിതനായി എന്ന ഒരു മൊഴി വെളിപ്പെടുത്തൽ, അതിനും അപ്പുറം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ പല രേഖകളും നമ്മുടെ കയ്യിലുണ്ട്. അതായത് 20 വർഷത്തിനിടെ 484 പേരെ, അതായത് പോലീസിന്റെ ആധികാരികമായ രേഖയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കാണാതായതും കൊലപാതകം നടന്നതും ആത്മഹത്യ എന്ന തരത്തിൽ രൂപപ്പെടുത്തി ഇത്തരത്തിലുള്ള കൃത്യമായ കണക്കുകൾ, ഇത്തരത്തിൽ നിരവധി ആളുകളുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം, പരാതി നൽകിയിട്ടും കോടതി ഇത്തരത്തിൽ കുഴിച്ചും എടുത്ത് പരിശോധിക്കാൻ പറഞ്ഞിട്ടും പോലീസ് നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ദൗർഭാഗ്യകരം. അത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത്. ഇനി പോലീസ് ഒരാഴ്ചക്കകം ഇത്തരം മൃതദേഹം കുഴിച്ചെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ, അതല്ലെങ്കിൽ കുഴിച്ച് പരിശോധിക്കാൻ ഇവർ തന്നെ രംഗത്തിറങ്ങുമെന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയതിലും അപ്പുറം സ്ഥലങ്ങളിൽ കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ട്. അത് ഭൂമിക്കായി ഉണ്ട്. അതുപോലെ തന്നെ അച്ഛന്മാരെ ഇത്തരത്തിൽ പരിധിക്ക് നിർത്താൻ മക്കളെ തട്ടിക്കൊണ്ടുപോയി അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതുണ്ട്. ഇതെല്ലാം ഈ നേത്രാവതി പുഴ എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിലാണ് ഇവരുടെ മൃതദേഹങ്ങളൊക്കെ 40-50 ദിവസവും കഴിയുമ്പോഴൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പല മൃതദേഹങ്ങളും വികൃതമാണ്, പഴക്കമുള്ളതാണ്, കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട നിലയിലാണ്. ഇത്തരത്തിൽ ലഭിച്ച മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ലഭിച്ചവർ പോലും ആത്മഹത്യ എന്ന് വരുത്തിയവർക്ക് അന്നത്തെ പോലീസ് ശ്രമിച്ചു. ഏതായാലും 2015 ശേഷമാണ് ഈ ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷൻ പോലും സ്ഥാപിക്കുന്നതെന്നാണ് അത് നമുക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൈജു, 98 മുതൽ 2014 വരെ നടന്ന കാര്യങ്ങളാണ് ഈ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ബൈജു ഇപ്പോൾ സൂചിപ്പിക്കുന്നത് 2015 മാത്രമാണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഉണ്ടായത് എന്നതാണ്. അപ്പോൾ സംശയം, ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് സംശയിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നിരവധിയുണ്ട്. ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? അവർ എത്രമാത്രം ശക്തമാണ്? ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഈ കാലയളവ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അവർ അത് കാര്യമായി എടുക്കുന്നില്ല, ഈ തുറന്നു പറച്ചിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്രമാത്രം ഗൗരവം ഈ സംഭവത്തിന് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഈ കാലയളവിൽ കാണാതായതോ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുന്നതോ ആയ ആളുകളുടെ, കുട്ടികളുടെ, യുവതികളുടെ ഒന്നും ബന്ധുക്കൾ ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. അല്ലോ അവരും കൂടി ഉൾപ്പെടുന്നതാണോ ഈ ആക്ഷൻ കമ്മിറ്റി? തീർച്ചയായും രേണുക, ഈ കൊല്ലപ്പെട്ട കുട്ടികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയാണ്. അവരുടെയൊക്കെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കണ്ണ് നനയിക്കുന്ന, അതല്ലെങ്കിൽ നമുക്ക് കേട്ടു നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലുള്ള അവരുടെ ദയനീയ അവസ്ഥയാണ്. എന്തായാലും ഈ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ പ്രബലരാണ്, ഉന്നതരാണ്, ശക്തരാണ്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ശബ്ദം ഉയർത്തുന്നവരെ കൊലപ്പെടുത്താൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമാണ്. എന്തായാലും അത് ഈ ആക്ഷൻ കമ്മിറ്റി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പോലും സുരക്ഷ നൽകാൻ അവർക്ക് രാത്രി സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് മടക്കി പറഞ്ഞേക്കുന്ന ഒരു സാഹചര്യം, അത്രത്തോളം നിസ്സായ അവസ്ഥയിലാണ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ശുചീകരണ തൊഴിലാളി ഇവരുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇയാളെ ഇവർക്ക് കിട്ടിയാൽ ഇയാളെ ഇല്ലാതാക്കും എന്ന് കൃത്യമായി അറിയുന്നതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ സംരക്ഷണം ഇന്നലെ നമ്മൾ കണ്ടത് 2000-ഓളം പേരാണ് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്തത്. ആക്ഷൻ കമ്മിറ്റിയുടെ യോഗമുണ്ട്. അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണം.
കൊന്നു കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തലിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റി ഒരുങ്ങുന്നത്. ഇനി അന്വേഷണ സംഘം മുൻകൈ എടുത്തില്ല എങ്കിൽ ഈ സംശയമുള്ള സ്ഥലങ്ങളിൽ അവർ എത്തും, അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യും, കൂടുതൽ തെളിവുകൾ കൈവശമുണ്ട് എന്നൊക്കെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ന്യൂസ് 18നോട് പറഞ്ഞു. KV ബൈജു ആണ് സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലും ന്യൂസ് 18ലൂടെ പുറത്തുവരും. ഇപ്പോൾ സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 3 കാണാം.